കർണാടകയിൽ ഇനി DK യുഗം. നീണ്ട വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കർണാടക മുഖ്യമന്ത്രിയായ DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ രക്ഷകനായി അവതരിച്ച DKS ഇനി മുഖ്യമന്ത്രി പദത്തിൽ. സംഘടനാ ശക്തി കൊണ്ട് പാർട്ടിയെ കെട്ടിപ്പടുത്ത അസാധാരണ മെയ്വഴക്കമാണ് DK ശിവകുമാർ എന്ന രാഷ്ട്രീയക്കാരനെ വ്യത്യസ്തനാക്കുന്നത്. രാഷ്ട്രീയ വേട്ടയാടലുകൾക്കിരയായി ജയിൽവാസം അനുഭവിച്ചപ്പോഴും പാർട്ടിയെയും പ്രവർത്തകരെയും ചേർത്തുപിടിച്ചാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകാലം DK മുന്നേറിയത്. കോൺഗ്രസിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും DKയുടെ പേര് ഉയർന്നു കേട്ടു. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും അസമിലും DK പറന്നിറങ്ങി. ഒടുവിൽ കനത്ത തോൽവിക്ക് പിന്നാലെ 2023 ആധികാരിക വിജയത്തോടെ കർണാടകയിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചു. സംഘടനയെ ശക്തമാക്കി 135 സീറ്റുകൾ നേടിയെങ്കിലും മുഖ്യമന്ത്രി കസേര നഷ്ടപ്പെട്ടു. ദളിത് മുസ്ലിം വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയ സിദ്ധരാമയ്യ കൂടുതൽ MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ചു. അന്ന് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതെ ഹൈക്കമാൻഡിന് വഴങ്ങി DK ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു. 2.5 വർഷത്തെ ധാരണയിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായെങ്കിലും 3 വർഷം പൂർത്തിയാക്കിയിട്ടും സ്ഥാനം ഒഴിയാഞ്ഞതോടെയാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടലുണ്ടാകുന്നത്. ഡൽഹിയിൽ നടന്ന മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ സിദ്ധരാമയ്യയ്ക്ക് പ്രവർത്തക സമിതി അംഗത്വവും നൽകി പ്രതിസന്ധി പരിഹരിച്ചു. ദൊഡ്ഡനഹള്ളി കെമ്പേഗൌഡ ശിവകുമാർ ഇനി കർണാടക മുഖ്യമന്ത്രി പദവിയിലേക്ക്. 24 ബംഗളൂരു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.